നീ 3 ദിവസം സമയം തരുമല്ലേ? ഞാനാ നിനക്ക് 3 ദിവസം തരാൻ പോകുന്നേ. MLA മാരെല്ലാം എൻ്റെ കൂടെയല്ലേ. ഞാൻ CM ആകാം. റിസൈൻ ചെയ്തേക്ക്. മിനിസ്റ്ററും ചേർന്നാണ് വെല്ലിയങ്ങനെ കൊന്നത്. ഇവൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടെത്തണം സാർ. ഇവൻ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ കണ്ടുപിടിക്കാനും കൊണ്ടുവരാനും ഒക്കെ. മരിച്ചുപോയെന്നോ? കൊന്നതാ. ലാസ്റ്റ് നടന്ന ദിവസം ഇവൻ നാട് വിട്ടു പോകുമ്പോൾ പോലീസ് എൻകൗണ്ടറിൽ ഇവനെ കൊലപ്പെടുത്തി. ഈ കാര്യം പുറത്തു വരാൻ പാടില്ലെന്ന് ഹോം മിനിസ്റ്റർ ഓർഡറുണ്ട്. അതുകൊണ്ടാണ് മീഡിയയിലൊന്നും വരാത്തത്. ഇതൊക്കെ ഹോം മിനിസ്റ്ററുടെ ഗെയിമാണെന്ന് അന്ന് മനസ്സിലായില്ല. അങ്ങനെയാണെങ്കിൽ അവസാന സാക്ഷി നഷ്ടപ്പെട്ടു. നോ 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 ഡോണ്ട് ലൂസ് കോൺഫിഡൻസ്. നീ എനിത്തിയും കൂടി കൊണ്ടുപോയി CM-ന്റെ അടുത്തും ഗവർണറുടെ അടുത്തും നടന്ന കാര്യങ്ങൾ പറ. അവരതിനെപ്പറ്റി അന്വേഷിക്കും. അത് കഴിയുന്നത് വരെ അവന് CM ആവാൻ പറ്റില്ല സർ. ഇതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. ഓക്കെ സർ. ചേട്ടാ, റിപ്പോർട്ടർ ഗൗതമിയുടെ ബോധം തിരിച്ചു വന്നു. അവളുടെ ചേട്ടൻ എവിടെയുള്ളത്? സമ്പത്തിന്റെ വീട്ടിലേക്ക് പോയി. രണ്ടുപേരും കൂടെ ഉച്ചയ്ക്ക് ശേഷം ഗവർണറെ കാണാൻ പ്ലാൻ ചെയ്യാം. അവരവിടെ എത്തുന്നതിന് മുമ്പ് അവരുടെ കഥ കഴിച്ചു. അവരെവിടെയുണ്ടെന്ന് അന്വേഷിക്കും. Oh my God! അടിച്ചാലും ചീത്ത പറഞ്ഞാലും നല്ലവനായിരുന്നു. അവനിങ്ങനെ അനങ്ങാതെ കിടക്കുന്നത് കാണുമ്പോൾ സങ്കടമാണ്. നിങ്ങൾ രണ്ടുപേരും പോകാൻ പാടില്ല. പോകുവടാ. എന്താ, സ്വന്തം മക്കളെക്കാളും അവനാണ് പ്രധാനം? അതെ, അവൻ തന്നെയാ. സ്വന്തം മക്കളും മാതാപിതാക്കളെ റോഡിലേക്ക് ഇറക്കിവിടുന്ന ഇക്കാലത്ത് റോഡിൽ വീണ് കിടന്ന് എൻ്റെ വേദന കണ്ട് ഞങ്ങളുടെ ജീവനം നന്നായിരിക്കാൻ എന്തെല്ലാം കാര്യം ചെയ്തവൻ. അവനാ ഞങ്ങൾക്ക് പ്രധാനം. എടാ, ഒരു കാര്യം മാത്രം ഓർത്തോ, എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കില്ലടാ. ഞങ്ങളുടെ സ്ഥാനത്തേക്ക് നിങ്ങളും വരും, നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളുടെ മക്കളും വരും. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എത്രമാത്രം വേദനിച്ചു. നടക്ക് ചേട്ടാ. കൊടുക്ക്. നിന്റെ എൻഗേജ്മെന്റാ എന്റെ അനിയനുമായിട്ട്. നിനക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നറിയാം. നീ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ അവൻ ജീവനോടെ ഉണ്ടാവില്ല.
വിക്ടർ അവൻ കണ്ണു തുറന്നു. കണ്ണു തുറന്നു. വെളിയിൽ ഒരുപാട് പേര് നിന്നെ കാത്തു നിൽപ്പുണ്ട്. വാ നീ എപ്പോഴും പറയാറില്ല ചുറ്റും ആൾക്കാരുടെ നടുവിലാണ് നമ്മൾ നിൽക്കേണ്ടതെന്ന്. അതാണ് ലൈഫ് എന്ന് നീ അന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി. പോസിറ്റീവ് എന്ന് പറഞ്ഞ് എവിടെ നമ്മൾ തുടങ്ങിയത് ഇപ്പൊ എവിടെ വന്ന് നിൽക്കുന്നു. ഗ്രേറ്റ്, യു ആർ ഗ്രേറ്റ്. ഒരു സ്വന്തവും ബന്ധമില്ലാത്തൊരു അനാഥനാ നീ. എന്നിട്ടും നിന്റെ മനസ്സൊന്ന് വേദനിക്കുമ്പോ എത്ര പേരാ നോക്കടാ. നീ കരഞ്ഞ നിന്റെ കണ്ണീര് തുടയ്ക്കാൻ ഇത്രയും കൈകളോ? ഒരനാഥന് ഇത്രയും സ്നേഹം നേടാൻ കഴിയുമെന്ന് നീ തെളിയിച്ചടാ. എടാ പോടാ. എടാ, ഇത്രയും കാലം ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചതാ. ഇനിയെങ്കിലും നിന്നെപ്പോലെ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒന്നും മിണ്ടാതിരിക്കടാ. അവൻ CM ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവാ. അടുത്ത 4 മണിക്കൂർ അവൻ CM ആവും. അത് നടന്നാൽ നമുക്ക് ആപത്താണ്. ഏത് വിധേനയും തടയാൻ. എന്നെപ്പോലുള്ള എത്രയോ പേരുടെ ദൈവമാണ് ആനന്ദ് ഭൂപതി. അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വ്യക്തമാക്കാനാണ് നിങ്ങളെല്ലാവരെയും വിളിപ്പിച്ചത്. നീ തന്നെ പറ മോളെ. എന്റെ പേര് ഗൗതമി. ഞാൻ ന്യൂസ് ടിവിയിൽ ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം. അന്ന് നടന്ന സത്യപ്രതിജ്ഞ ഞാനാ കവർ ചെയ്തത്. ബോംബ് ബ്ലാസ്റ്റ് നടക്കുമ്പോഴും ഞാൻ അവിടെ ഹലോ, ഉണ്ടായിരുന്നു. ഏയ് ഫോൺ അവന്റെ കൊടുക്ക. പിന്നീട് ദിവസം ഞങ്ങൾ ഫുട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ ആ എടാ അവിടെ നീ അനീതിയുടെ നമ്മൾ പ്രസവം ആരും കേട്ടോണ്ടിരുന്ന പ്രതീക്ഷിക്കാത്തൊരു കാഴ്ച ഇവിടെ നിന്റെ കണ്ടു. ഗേൾഫ്രണ്ടിന്റെ കല്യാണ മുഹൂർത്തം കഴിയും. ഇനിയും നീ താമസിക്കുകയാണെങ്കിൽ അവള് ചിലപ്പോൾ മരിക്കാനും സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് അവളെ കൂട്ടി കല്യാണ മണ്ഡപത്തിലേക്ക് വാ മോളെ. എന്തു പറ്റി? എനിക്ക് പോണം സാർ, അല്ലെങ്കിൽ മാളവിക അവർ കൊല്ലും. പോയാൽ നിന്റെ അനിയത്തെ കൊല്ലു അവര്. അവർ രണ്ടുപേരും എന്റെ കണ്ണുകളാ. എനിക്ക് അവരെ രക്ഷിക്കണം. സോറി ഗൈസ്. എടാ പ്രസ് മീറ്റ് കഴിഞ്ഞോ? അവരുടെ MLA ഉള്ള റിസോർട്ടിലേക്ക് പോയിക്കോ. ഹോം മിനിസ്റ്റർ പറഞ്ഞതിന്റെ ഡബിൾ തരാന്ന് പറ. ശരി. ഇവനെ എന്തിനാ അകത്ത് കയറ്റിയത്? മീഡിയക്കാരെയും കൂട്ടിക്കൊണ്ട് എൻ്റെ അടുത്ത് ഗെയിം കളിക്കുക. സർ, നമ്മൾ അവനെ തൊട്ടാ മർഡർ കേസാ, അവളെ തൊട്ടാ കിഡ്നാപ്പും. ഒത്തു കിട്ടിയ അങ്ങ് തട്ടിയേക്കണം. യെസ് സർ. ഹലോ സർ, മിനിസ്റ്റർ സാറിന് ഫോൺ കൊടുക്കും. സർ, ഹോം സെക്രട്ടറിയെ വിളിക്കുന്നത്. എന്തോ അർജന്റായിട്ട് സംസാരിക്കാനുണ്ടെന്ന്. പറയടോ. സാർ, ആ തർട്ടിക്കറ്റ് അവരുടെ ആളുകളെ വിട്ട് നമ്മുടെ MLA-മാരെ വിലക്കെടുക്കാണ് സാർ. വേഗം വന്നില്ലെങ്കിൽ നമ്മുടെ MLA-മാർ അവരുടെ പക്ഷത്താണ്. അവര് 10 തന്നാ 20, 20 തന്നാ 30, ഓരോരുത്തർക്കും 30 കോടി രൂപ ഒരു തരം. നമ്മുടെ കാശ് ഉപയോഗിച്ചാണ് സാർ നമ്മുടെ MLA-മാരെ അവർ വിലക്കെടുക്കുന്നത്. ഇങ്ങനെ പോയാൽ ഭരണം പ്രതിസന്ധിയിലാവും സാർ. 30 കോടി റെഡി ക്യാഷ് സ്പോട്ട് പേയ്മെന്റ്. വരൂ സാർ, വരൂ സാർ, വരൂ. ഓരോരുത്തരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വരൂ. ശരി, ഓക്കെ, ഞാൻ വരാം. അവൻ കരുക്കൾ നീക്കി തുടങ്ങി. നമ്മുടെ MLA-മാരെ വാങ്ങിച്ചോണ്ടിരിക്കുക. എനിക്ക് എന്റെ പദവിയാണ് പ്രധാനം. അവനും അവന്റെ അനിയത്തി അവിടെ നനഞ്ഞ ഷൂട്ട് ചെയ്തേക്ക്. ബാക്കി ഞാൻ നോക്കാം. റിസോർട്ടിലേക്ക് പോകണം.
വരൂ സാർ വരൂ, 30 കോടി വരൂ വരൂ. എങ്ങോട്ടാ പോകുന്നേ? കാശിന് ആർത്തിയുള്ള MLA-മാരെല്ലാം കൊഴിഞ്ഞു പോകുമ്പോൾ അയാൾ റിസോർട്ടിലേക്ക് തന്നെ പൊയ്ക്കോളും. വണ്ടികളെല്ലാം നമ്മുടെ കൺട്രോളിൽ വെച്ച് ഡ്രൈവേഴ്സിനെ സെറ്റ് ചെയ്യും. അവരെല്ലാവരും നമ്മുടെ തന്നെ ആൾക്കാരായിരിക്കണം.